ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഫുഡ്നസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ വചനം യെഹെസ്കേലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ്. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് നിങ്ങൾ ഇനിമേൽ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ഇനി ഒരു പഴഞ്ചൊല്ല് ഇസ്രായേൽ ദേശത്ത് പറയരുത് എന്ന് പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് യിരെമ്യാവിന്റെ പുസ്തകത്തിലും ഇതേ വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യിരെമ്യാവില് അതിന്റെ 31-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല. ഓരോരുത്തൻ താൻ്റെ അകൃത്യം നിമിത്തം അത്രയും മരിക്കുന്നത്. പച്ചമുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ലേ പൊളിക്കുകയുള്ളൂ. അതായത് പിതാക്കന്മാർ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തിന്റെ പരിണിതഫലം തലമുറകളിലേക്ക് വന്ന് അതാണ് ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് പുതുതലമുറ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പറയുന്നത്. ഇനി നിങ്ങൾ അങ്ങനെ പറയണ്ട, പച്ചമുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ലേ പൊളിക്കുകയുള്ളൂ. അപ്പൻ പാപം ചെയ്താൽ അപ്പന്റെ ആ പാപത്തിന്റെ അകൃത്യം ദൈവം അപ്പനോട് ചോദിക്കും. മകൻ പാപം ചെയ്താൽ അത് അപ്പന്റെ മേൽ ഇനി വെച്ച് കെട്ടുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇന്നത്തെ ന്യൂജൻ പിള്ളേരെല്ലാം അവർ ചെയ്യുന്ന ഒരു കാര്യം, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നടക്കാതെ വരുമ്പോൾ, അവർ പാപത്തിലോ അല്ലെങ്കിൽ കുഴപ്പത്തിലോ ചെന്ന് ചാടുമ്പോൾ അവർ ന്യായീകരിക്കുന്നത് എപ്പോഴും മാതാപിതാക്കളെ ആയിരിക്കും. നിങ്ങൾ എന്തിനാണ് എന്നെ ജനിപ്പിച്ചത്? നിങ്ങൾ മൂലമാണ് എനിക്കിതൊക്കെ വന്നത്. നിങ്ങളുടെ പാരമ്പര്യമായിട്ട് വന്ന കഷ്ടങ്ങളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ പഴി പറയുന്ന ഒരു തലമുറയെ നമുക്ക് ഈ നാളുകളിൽ കാണുവാനായിട്ട് സാധിക്കും. ഇന്നത് അധികമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ തിരുവെഴുത്ത് പറയുകയാണ്, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് നിങ്ങളിനി പറയണ്ട. നമുക്കറിയാം, പച്ചമുന്തിരിങ്ങ തിന്നാൽ പല്ല് പൊളിക്കും, അതിന് മധുരം ഉണ്ടാവുകയില്ല. പഴുക്കാത്ത മുന്തിരിങ്ങയ്ക്ക് മധുരം ഉണ്ടാവുകയില്ല, അതിന് പുളിപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ദൈവം പറയുന്നത്, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ അപ്പന്റെ പല്ലേ പൊളിക്കുകയുള്ളൂ, അത് മക്കളുടെ പല്ല് പൊളിക്കുകയില്ല. ദൈവം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണ്, അപ്പനാണ് പച്ചമുന്തിരിങ്ങ തിന്നുന്നതെങ്കിൽ അപ്പന്റെ പല്ലേ പൊളിക്കുകയുള്ളൂ, മകന്റെ പല്ല് പൊളിക്കുകയില്ല. മകൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മാത്രമേ മകന്റെ പല്ല് പൊളിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. ഇന്നത്തെ തലമുറയിലെ എല്ലാ ഭവനങ്ങളിലും ഇത് മാതാപിതാക്കൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്, ഒരു പ്രശ്നമാണ്. നിങ്ങൾ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിക്കേണ്ടി വന്നത്, നിങ്ങളാണ് ഇതിന് കാരണക്കാര്. എല്ലാത്തിൻ്റെയും കുറ്റം അപ്പൻ്റെയും അമ്മയുടെയും മാതാപിതാക്കളുടെ തലമേൽ ചുമത്തുന്ന ഒരു യുവതലമുറയെ നമുക്ക് എല്ലായിടത്തും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ തിരുവെഴുത്തുകളെ നാം പരിശോധിക്കുമ്പോൾ വളരെ മത്സരികളായിരുന്ന ചില ഭവനങ്ങളിൽ അവരുടെ മക്കൾ ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞ് പോരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തെ ദൈവം മോശ മുഖാന്തരം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ട് വരുമ്പോൾ അഹരോനാണ് പൗരോഹിത്യ ശുശ്രൂഷ കൊടുത്തത്. എന്നാൽ പൗരോഹിത്യ ശുശ്രൂഷയും കൂടി കാംക്ഷിച്ചുകൊണ്ട് 2-3 ആളുകളും അവരുടെ കൂടെ ഒരു 150 ആളുകളും ചേർന്നിട്ട് ഒരു മോശയ്ക്കും അഹരോനും എതിരെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി, ഒരു റിബൽ, ഒരു മത്സരികളുടെ ഒരു ഗ്രൂപ്പ് അവരുണ്ടാക്കി. സംഖ്യാപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സംഖ്യ 16-ന്റെ 1 മുതൽ, എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രന്മാരായ ദാഥാൻ, അബിരാം, പേലോത്തിന്റെ മകനായ ദാൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായി 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അപ്പൊ 3 കുടുംബം, അതുകൂടാൻ 250 സദസ്യന്മാരും ചേർന്നിട്ട് മോശയ്ക്കെതിരെ മത്സരിച്ചു. മോശ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ദൈവ ശുശ്രൂഷകളെ തന്നിട്ടില്ലേ? നിങ്ങളിനി അഹരോനെതിരെ എന്തിനാണ് മത്സരിക്കുന്നത്? നിങ്ങൾ പൗരോഹിത്യം കൂടി കാംക്ഷിക്കുന്നുവോ? നിങ്ങൾക്ക് ദൈവം ഈ മരുഭൂമിയിൽ ഇന്ന ശുശ്രൂഷകളെല്ലാം നിങ്ങൾക്ക് നൽകിയില്ലേ? അതിന്റെ ലേവി പുത്രന്മാരെ കേൾക്കുവിൻ, അതിന്റെ 8 മുതൽ വാക്യങ്ങൾ. ലേവി പുത്രന്മാരെ കേൾക്കുവിൻ, മതി. പിന്നെ മോശ കോരഹിനോട് പറഞ്ഞത്, ലേവി പുത്രന്മാരെ കേൾക്കും, യഹോവയുടെ തിരുനിവാസത്തിന്റെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽക്കുവാനും ഇസ്രായേലിന്റെ ദൈവം നിങ്ങളെ തന്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ച് നിങ്ങൾക്ക് പോരായോ? അവൻ നിന്നെയും ലേവിപുത്രന്മാരെ നിന്റെ സകല സഹോദരന്മാരെ തന്നോട് അടുക്കുമാറാക്കിയല്ലോ. നിങ്ങൾ പൗരോഹിത്യം കൂടി കാംക്ഷിക്കുന്നുവോ? ഇത് ഹേതുവായി നീ നിന്റെ കൂട്ടക്കാർ ഒക്കെയും യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി മോശ അവരോട് വരുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നീ ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? ഞങ്ങൾ നിന്റെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിറ്റേന്ന് മോശ പറഞ്ഞു, നാളെ ഈ നേരത്ത് നിങ്ങൾ ധൂപകലശം എടുത്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വരണം. നിങ്ങൾ ദോഷം ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ പക്കൽ നിന്ന് മോശ ദൈവത്തോട് പറഞ്ഞു, ഞാൻ അവരുടെ പക്കൽ നിന്ന് ഒരു കഴുതയെ കൂടി വാങ്ങിയിട്ടില്ല. ഈ കാര്യത്തിന് നീ ഒരു പ്രതിവിധി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് മോശ അവരോട് പറയുകയാണ്. എന്നിട്ട് അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ
താന്താന്റെ ധൂപകലശം എടുത്ത് അവയിൽ ധൂപവർഗ്ഗം ഇട്ട് ഓരോരുത്തരും ഓരോ ധൂപകലശവുമായി 250 കലശവും യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരുവിൻ. നീയും അഹ്റോനും കൂടെ താന്താന്റെ ധൂപകലശവുമായി വരണമെന്ന് പറഞ്ഞു. ദൈവം അവരോട് പറഞ്ഞു, അവർ 250 പേരും വരട്ടെ, നീയും അഹ്റോനും കൂടി വാ എന്ന് പറഞ്ഞു. അങ്ങനെ താന്താന്റെ ധൂപകലശം എടുത്ത് തീയിട്ട് അതിൽ ധൂപവർഗം ഇട്ട് മോശയും അഹ്റോനുമായി സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്നു. കോരഹ് അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൂട്ടിവരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി. നമുക്ക് ഇന്ന് സഭകളിലും ഇങ്ങനെയുള്ള ആളുകളെ കാണുവാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ നല്ല ദൈവഭയത്തോടെ സഭയെ ഭരിക്കുന്ന ദൈവദാസന്മാരുടെ നേരെ മത്സരിക്കുന്ന ദൈവജനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് അധികാരങ്ങൾ ലഭിച്ചില്ല, അവർക്ക് നന്മകൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ദൈവദാസന്മാർക്കെതിരെ അവർ മത്സരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ യഹോവയുടെ തേജസ് പ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ യഹോവ മോശയോട് പറഞ്ഞു, നീ ഈ സഭയുടെ മധ്യം നിന്ന് മാറിപ്പോകും, ഞാൻ അവരെ ക്ഷണത്തിൽ നശിപ്പിക്കും എന്ന് പറഞ്ഞു. ആ ജനത്തെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, നീ എല്ലാവരെയും നശിപ്പിക്കില്ലേ, കുറ്റം ചെയ്തവരെ മാത്രം നീ നശിപ്പിക്കാനായിട്ട് പറഞ്ഞു. കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിലും നിന്ന് മാറിക്കൊള്ളുവിൻ എന്ന് സഭയോട് പറയുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ കൂടാരത്തിന്റെ അടുക്കൽ നിന്ന് മാറിപ്പോയിക്കൊള്ളുവാനായിട്ട് കൽപ്പിച്ചു. അപ്പോൾ അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞ പ്രകാരം മോശ അവരോട് പറയുകയാണ്, അങ്ങനെ എല്ലാവരും അവിടുന്ന് മാറിപ്പൊക്കളാനായിട്ട് പറഞ്ഞു. അങ്ങനെ ബാക്കിയുള്ള ജനമെല്ലാം അവിടുന്ന് മാറിപ്പോയി. ആ സമയത്ത് മോശ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, സാധാരണ മനുഷ്യർ മരിക്കുന്നത് പോലെ നിങ്ങൾ മരിക്കുകയില്ല. നിങ്ങൾ ഈ ദൈവത്തോട് മത്സരിച്ചു, നേതൃത്വത്തോട് മത്സരിച്ചു, അതുകൊണ്ട് നിങ്ങൾ സകല മനുഷ്യർക്കും ഭവിക്കുന്നത് പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായി പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. അപ്പോൾ ദൈവത്തെ നിരസിച്ചു എന്ന് അറിയുവാനുള്ള ഒരു പ്രത്യേകമായ ഒരു തെളിവ് മോശ പറയുകയാണ്. സാധാരണ മനുഷ്യർ മരിക്കുന്ന പോലെ ആയിരിക്കില്ല ഇവർ മരിക്കുന്നത്. ദൈവത്തോട് മത്സരിക്കുന്ന ദൈവജനത്തോടും ദൈവിക നേതൃത്വത്തോടും കൃപയുള്ള ദൈവദാസന്മാരോടും എല്ലാം മത്സരിക്കുന്ന നേതൃത്വമാണെങ്കിലും സാധാരണ വിശ്വാസികളാണെങ്കിലും അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം അവർ സാധാരണ മനുഷ്യർ മരിക്കുന്നത് പോലെ മരിക്കയില്ല എന്ന് പറഞ്ഞു. യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായ തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വ സമ്പത്തിനെയും എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി ഭൂമി അവരുടെ മേൽ അടയുകയും അവർ സഭയുടെ ഇടയിൽ നിന്ന് നശിക്കുകയും ചെയ്തു. അതിനുശേഷം അവരുടെ ചുറ്റും 250 പേര് കൂടി ഉണ്ടായിരുന്നല്ലോ, അവർ ഓടിപ്പോയി. എന്നാൽ തീ പിന്നാലെ പിന്തുടർന്ന് എന്ന് അവരെയും കൊല്ലുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 16-ാം അധ്യായത്തിന്റെ 26 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കോരഹ്, ദാഥാൻ, അബീരാം ഇവരുടെ എല്ലാം കുടുംബങ്ങൾ, കാരണം അവരോട് മത്സരികളായിട്ട് നിന്നവരുടെ എല്ലാവരോടും അവരുടെ അടുക്കൽ നിന്ന് മത്സരികളല്ലാത്ത ആളുകളോട് മാറിപ്പോകാനായിട്ട് പറഞ്ഞപ്പോൾ കോരഹിന്റെ മറ്റേ നാഥാം, അബീരാം ഇവരുടെ ഭാര്യമാരും മക്കളും എല്ലാം അവിടെ വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിനകത്ത് രസകരമായ ഒരു കാര്യം അവിടെ നടക്കുകയുണ്ടായി. ആ ഓടിപ്പോയ കൂട്ടത്തിൽ കോരഹിന്റെ മക്കൾ ഓടിപ്പോയി. അനേക ആളുകളും 84-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് 84-ാം സങ്കീർത്തനം. കോരഹപുത്രന്മാർ വേറെ സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു കുറെ മാസങ്ങൾക്ക് മുമ്പ് ഒരു സഭയിൽ ചെന്നു. ആ സഭയിൽ എനിക്ക് അവർ ശുശ്രൂഷയ്ക്കായിട്ട് സമയമൊക്കെ തന്നു. അതിനുശേഷം അവിടുത്തെ ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് അവരുടെ ഒരു ബ്രാഞ്ച് ചർച്ച് ഉണ്ട്, അവിടെ ഒരു സിസ്റ്ററാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്, അവിടെ വരെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിയിട്ട് അവരുടെ ബ്രാഞ്ച് സഭയിലേക്ക് പോയി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ ആ സിസ്റ്റർ ക്ലാസ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്നോട് ക്ലാസ് എടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ സിസ്റ്റർ ഒരിക്കലും വന്നതല്ലേ, അവർ തന്നെ ക്ലാസ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറി അവിടെ ഇരുന്നു. അപ്പോൾ ആ സിസ്റ്റർ ക്ലാസ് എടുത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോരഹിന്റെ പുത്രന്മാരും നാഥാൻ, അബീരാം എല്ലാവരും മരിച്ചു. നമുക്ക് ഈ സംഖ്യാപുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഒരു തോന്നൽ ഉളവാകുന്ന രീതിയിലാണ് അതവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവര് ഈ ക്ലാസ് എടുത്തിട്ട് പറഞ്ഞു, മോശയാണ് ഈ കോരാഹിന്റെ സങ്കീർത്തനം എഴുതിയത്. മോശ അന്നുണ്ടായ സംഭവങ്ങളെല്ലാം വെച്ചിട്ട് കോരാഹിന്റെ പുത്രന്മാര് ദേവാലയത്തിലേക്ക് ഓടിച്ചെന്നു, അങ്ങനെ അവരുടെ മനസ്സിലുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ അവര് ഒരു പ്രത്യേക രീതിയിൽ ആ ക്ലാസ് എടുക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ കോരഹിന്റെ പുത്രന്മാര് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പുസ്തകത്തിന്റെ മറ്റൊരു ഭാഗത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സംഖ്യ 26-ന്റെ 10, ഭൂമി വായ തുറന്ന് മോശയ്ക്കും അഹ്റോനും വിരോധമായി കലഹിച്ച സംഘ സദസ്യന്മാരായ നാഥാനും അബീരാമും ഇവർ തന്നെ. ഭൂമി വായ തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല.
അപ്പോൾ ദൈവം മോശ മുഖാന്തരം കൽപ്പിച്ചു, ഈ മത്സരികളായ ജനത്തിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ പോകുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോരഹിന്റെ പുത്രന്മാർ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് അവർ ദേവാലയത്തിൽ പോയി അഭയം തേടി. എന്നാൽ നാഥാൻ, അബീരാം എന്നിവരുടെ ഭാര്യമാരും മക്കളും കൂടാരത്തിന് വെളിയിൽ വന്നു. എന്നാൽ ആ കൂടാരത്തിന് വെളിയിൽ വന്ന കോരഹ്, നാഥാൻ, അബീരാം, അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം മരിച്ചു. എന്നാൽ കോരഹിന്റെ മക്കൾ അവർ ഓടിപ്പോയി ദൈവാലയത്തിൽ അഭയം തേടി. 84 സങ്കീർത്തനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ആ 84 സങ്കീർത്തനത്തിൽ കോരഹിന്റെ പുത്രന്മാർ എഴുതിയിരിക്കുന്ന അവരുടെ കരച്ചിലും വേദനയെല്ലാം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം വെച്ചാൽ എല്ലാവരും തങ്ങളെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി, എല്ലാവരും തങ്ങളെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർ ഓടിപ്പോയി ദൈവാലയത്തിൽ അഭയം തേടി. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം എന്താണ്? അപ്പന്മാർ പച്ചമുന്തിരിങ്ങാ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് നിങ്ങൾ ഇനി ആ നാളിൽ പറയരുത്. കോരഹും കൂട്ടരും തെറ്റിയതുകൊണ്ട് മക്കൾക്കത് ബാധിക്കുന്നില്ല. അവർ ഓടിപ്പോയി ദൈവാലയത്തിൽ അഭയം തേടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 84 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ അവർ പറയുന്ന അനേക കാര്യങ്ങളുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു സഭയിൽ വളരെ ജഡികമായിട്ട് പോകുന്ന ഒരു സഭയിലാണ് ഞാൻ കുറച്ച് നാൾ എൻ്റെ പ്രാരംഭ ക്രിസ്ത്യ ജീവിതം നടത്തിക്കൊണ്ടു പോകുന്നത്. ആ തുടക്കത്തിൽ കുറച്ച് നല്ല നിലയിലൊക്കെ പോയെങ്കിലും പിന്നീട് വളരെ ജഡികമായ നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ യാതൊരു കൃപാവരങ്ങളും ഇല്ലാതെ, ഒരു കൃപയില്ലാതെ സഭ നടത്തിക്കൊണ്ട് പോയപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വളരെ വിഷമിച്ചപ്പോൾ ദൈവം 84 സങ്കീർത്തനത്തിലെ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു രാത്രിയിൽ തരികയുണ്ടായി. അവിടെ എന്താണ് പറഞ്ഞതെന്ന് അറിയാം? ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായി നിൽക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. എനിക്ക് അവിടെ ക്ലാസ് എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു, ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സഭ ഒരിക്കലും ദൈവദാസന്മാരെയോ അല്ലെങ്കിൽ ദൈവവചനത്തെ അനുസരിക്കുന്ന ഒരു സഭയായിരുന്നില്ല. അതുകൊണ്ട് അന്ന് രാത്രി ഞാൻ എന്ത് ചെയ്യണമെന്ന് വളരെ വിഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായി നിൽക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് നിന്നാൽ മതി. നിനക്ക് ശുശ്രൂഷയുടെ അവസരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഒരു ജഡികമായ സഭയിൽ തുടരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നീ മുന്നോട്ട് പോകണം. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന അതാണ്. നീ ആ ഏറ്റവും ജഡികമായ ദൈവദിനത്തെ തള്ളിക്കളയുന്ന, വെറുതെ സംഘം കൂടി വന്നിരുന്ന വചനം കേട്ട് തമാശ പറഞ്ഞ് ഗോഷ്ഠി പറഞ്ഞ് ചിരിച്ച് കളയുന്ന ഒരു സഭയുടെ മധ്യേ ഇരിക്കുവാനായിട്ടല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ അവിടെ നിന്ന് മുന്നോട്ട് പോകണം. ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതികളുണ്ട്. ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ തക്ക ദൈവം പറഞ്ഞു, നിനക്ക് ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നീ ഒരു വാതിൽ കാവൽക്കാരനായിട്ട് നിൽക്കുക, നീ ഒരു സെക്യൂരിറ്റി ആയിട്ട് പോയി നിൽക്കുക എന്ന് പറയുന്നത്. 84 സങ്കീർത്തനത്തിൽ പറയുകയാണ് അതിൻ്റെ 1-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവയെ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയെ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. 84 സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ കോരഹപുത്രന്മാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ട് അവർക്ക് ഉണ്ടാകുന്ന ദൈവാലയത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവർ കരയുന്നുണ്ട് അവിടെ ഇരുന്നുണ്ട്. അതൊക്കെ നമുക്ക് മറ്റു പല ഭാഗങ്ങളിൽ അവരുടെ മറ്റു സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവരുടെ കണ്ണീര്, കാരണം മറ്റുള്ളവരെല്ലാം അവരെ അപ്പൻ ചെയ്ത തെറ്റ് കാരണം മക്കളെ തുറിച്ചു നോക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. എല്ലാവരും അവരെ കുറ്റപ്പെടുന്നത് പോലെ നോക്കുന്നുണ്ടായി. എന്നാൽ ദൈവസന്നിധിയിൽ അവർ അഭയം കണ്ടെത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ അപ്പൻ തെറ്റ് ചെയ്തു, അമ്മ തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് ന്യായീകരിക്കുവാൻ നിനക്കൊരു അവകാശമില്ല. തിരുവെഴുത്ത് പറയുന്നു, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കുകയില്ല. അത് അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നാൽ അപ്പന്മാരുടെ പല്ലുകൾ മാത്രമേ പുളിക്കുകയുള്ളൂ. മക്കൾ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കും. ദൈവം ഓരോരുത്തരോടും വ്യക്തിപരമായിട്ടാണ് ചോദിക്കുന്നത്. നീ ചെയ്ത അകൃത്യത്തിനോട് മാത്രമാണ് നിന്നോട് പകരം ചോദിക്കുന്നത്. നിന്റെ അപ്പൻ ചെയ്ത അകൃത്യത്തിന് നിന്നോട് ഒരിക്കലും ദൈവം പകരം ചോദിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ മാതാപിതാക്കളോട് നീ മത്സരിക്കില്ലേ? നിന്റെ അധ്യാപകരോട് നീ മത്സരിക്കില്ലേ? നിന്റെ വീട്ടിൽ, നിന്റെ സഭയിലുള്ള നേതൃത്വത്തോട് നീ മത്സരിക്കില്ലേ? നീ പാപം ചെയ്യാതെ നിന്റെ അകൃത്യത്തെ നീ തന്നെ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ താഴുമെങ്കിൽ ദൈവം നിന്നെ കൈപിടിക്കുകയും നിന്നെ ഉയർത്തി മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വചന കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാൻ അത് ഒരു കാരണമായി തീരട്ടെ. എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് സ്തോത്രം. കർത്താവേ, മത്സരികൾ നിറഞ്ഞ ഒരു ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. മത്സരികൾ വരേണ്ട ദേശത്ത് വസിക്കുമെന്നാണ് അവിടുത്തെ വചനം പറയുന്നത്. കർത്താവെ, മത്സരികളാകാതെ ഞങ്ങൾ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ കർത്താവിന്റെ കൃപ പ്രാപിക്കാൻ തക്കണം ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ്. വിശിഷ്യ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ അധികമായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവ്. വചനം കേൾക്കാനുള്ള ഒരു ദാഹത്തോടു കൂടി അവർ ചെയ്തിരിക്കുന്നു കർത്താവ്. അവരെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാ നാമത്തിൽ അടിയൻ അനുഗ്രഹിക്കുന്നു. അവരൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. അവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്തട്ടെ. എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവം രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.